ഇന്ത്യയിലെ മനോഹരമായ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിചിത്രമായ ഗ്രാമത്തിൽ മായ എന്നു പേരുള്ള സന്തോഷവതിയായ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. മായയ്ക്ക് ഹിമാലയത്തോളം വലിയ ഹൃദയവും ഉത്സവകാലത്ത് ഗ്രാമത്തിൻ്റെ ആകാശം അലങ്കരിച്ച പട്ടങ്ങളെക്കാൾ ഉയരത്തിൽ പറക്കുന്ന ആത്മാവും ഉണ്ടായിരുന്നു. അവളുടെ പകലുകൾ ചിരിയിൽ നിറഞ്ഞിരുന്നു. ലോകത്ത് നല്ല സ്വാധീനം ചെലുത്താനുള്ള സ്വപ്നങ്ങൾ വരച്ച ഒരു ക്യാൻവാസ് ആയിരുന്നു അവളുടെ രാത്രികൾ. ഒരു വെയിലുള്ള ദിവസം മായ ഗ്രാമത്തിൻ്റെ ചത്തുരത്തിലൂടെ നടക്കുമ്പോൾ ഒരു മേൽക്കൂരയിൽ തളർന്നു ക്ഷീണിച്ച സന്ദേശപ്രാവ് ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. പാവം പ്രാവ് കാലിൽ ഒരു സന്ദേശവുമായി ബന്ധിതനായി തളർന്നിരിക്കുകയായിരുന്നു. ജിജ്ഞാസയും അനുകമ്പയും നിറഞ്ഞ മായ തൂവലുള്ള ദൂതനെ സമീപിച്ചു. സന്ദേശത്തിൻ്റെ കടലാസ് ശ്രദ്ധാപൂർവം അഴിച്ചപ്പോൾ സഹായത്തിനായി ഒരു അപേക്ഷ നൽകാൻ പ്രാവ് വളരെ ദൂരം സഞ്ചരിച്ചതായി മായയ്ക്ക് മനസ്സിലായി. കിണർ വറ്റി വരണ്ടുണങ്ങുകയും വിളകൾ കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്ന കടുത്ത ജലക്ഷാമം നേരിടുന്ന ഒരു വിദൂര ഗ്രാമത്തെക്കുറിച്ചാണ് സന്ദേശം പറഞ്ഞത്. ഗ്രാമവാസികൾക്ക് സഹായം ആവശ്യമായിരുന്നു. മായയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുകയും ഒരു മാറ്റമുണ്ടാക്കാനുള്ള അവളുടെ ആഗ്രഹത്തിൻ്റെ ആക്കം കൂട്ടുകയും ചെയ്തു. കാര്യങ്ങൾ സ്വന്തം കൈകളിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു. അവൾ ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി സാഹചര്യം വിശദീകരിച്ചു. ആവശ്യമുള്ള അയൽക്കാരെ സഹായിക്കാൻ ഒരുമിച്ച് വരാൻ അവരെ പ്രേരിപ്പിച്ചു. മായയുടെ നിശ്ചയദാർഢ്യത്തിൽ പ്രചോദിതരായ ഗ്രാമവാസികൾ സന്ദേശപ്രാവിൻ്റെ യാത്രയിൽ പങ്കുചേരാൻ തീരുമാനിച്ചു. അവർ വെള്ളപ്പാത്രങ്ങളും ങ്ങളും സാധനങ്ങളും നിറച്ച വണ്ടികളുടെ ഒരു സംഘം സംഘടിപ്പിച്ചു. മായ സന്ദേശപ്രാവിനെ തോളിലിരുത്തി ദൂരെയുള്ള ഗ്രാമത്തിലേക്ക് നയിച്ചു. പൊടി നിറഞ്ഞ റോഡുകളും ചുട്ടുപൊള്ളുന്ന വെയിലുമുള്ള യാത്ര ദൈർഘ്യമേറിയതും വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നു. പക്ഷേ മായയുടെ പടരുന്ന ആവേശം അവരിലും ആവേശം ഉയർത്തി. അവർ വരൾച്ച ബാധിച്ച ഗ്രാമത്തെ സമീപിക്കുമ്പോൾ നന്ദി നിറഞ്ഞ പുഞ്ചിരിയും കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളുമായി അവിടുത്തെ വാസികൾ വാഹനവ്യൂഹത്തെ എതിരേറ്റു. മായ അവളുടെ അരികിൽ സന്ദേശപ്രാവിനൊപ്പം സാധനങ്ങൾ വിതരണം ചെയ്യുകയും ഗ്രാമീണരെ അവരുടെ കിണറുകൾ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഒരിക്കൽ ഉണങ്ങിയ വയലുകൾ തഴച്ചു വളരാൻ തുടങ്ങി. ചിരിയുടെ ശബ്ദം ഗ്രാമത്തിൽ തൂങ്ങിക്കിടന്ന നിശബ്ദതയെ മാറ്റിസ്ഥാപിച്ചു. മായ തൻ്റെ മുന്നിലുള്ള പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ ഒരു ചെറിയ ദയാപ്രവൃത്തിക്ക് ഉണ്ടാക്കിയേക്കാവുന്ന ആഴത്തിലുള്ള സ്വാധീനം അവൾ തിരിച്ചറിഞ്ഞു. സന്ദേശപ്രാവ് അതിൻ്റെ ദൗത്യം നിറവേറ്റി. പുതിയ ലക്ഷ്യബോധത്തോടെ ആകാശത്തേക്ക് ഉയർന്നു. നന്ദിയുള്ള ഗ്രാമീണർ തങ്ങളുടെ പുതുതായി കണ്ടെത്തിയ സന്തോഷം ആഘോഷിക്കാൻ മായയെയും കൂട്ടരെയും ഒരു വിരുന്നിൽ പങ്കുചേരണമെന്ന് നിർബന്ധിച്ചു. സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സുമായി മായ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ചിരി, പരമ്പരാഗത സംഗീതം, ശുദ്ധജലം നിറച്ച ഗ്ലാസുകൾ എന്നിവ കൊണ്ട് ഗ്രാമം പ്രതിധ്വനിച്ചു. ആഘോഷത്തിനിടയിൽ പ്രായമായ ഒരു സ്ത്രീ ഒറ്റയ്ക്കിരിക്കുന്നത് മായ ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകൾ ജീവിതകാലത്തെ കഥകളെ പ്രതിഫലിപ്പിക്കുന്നു. മായ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചു. കണ്ണുകളിൽ സങ്കടത്തിൻ്റെ നിഴലുമായി വൃദ്ധ പറഞ്ഞു. നടക്കാത്ത സ്വപ്നങ്ങളെക്കുറിച്ചും നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ചും. എപ്പോഴും ശുഭാപ്ത വിശ്വാസിയായ മായ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ലക്ഷ്യം കണ്ടെത്തുന്നതിൻ്റെ സ്വന്തം കഥ പങ്കുവച്ചു. പുതിയ വഴികൾ പര്യവേക്ഷണം ചെയ്യാനും മറന്നുപോയ സ്വപ്നങ്ങളെ പിന്തുടരാനും ഓരോ നിമിഷത്തിലുമുള്ള സന്തോഷം കണ്ടെത്താനും അവൾ വൃദ്ധയെ പ്രോത്സാഹിപ്പിച്ചു. മായയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വൃദ്ധയുടെ കണ്ണുകളിൽ പുതിയ പ്രതീക്ഷകൾ തിളങ്ങി. ഗ്രാമീണർക്ക് ആഹ്ലാദം പകരുന്ന ഊർജ്ജസ്വലമായ കലാസൃഷ്ടികൾ സൃഷ്ടിക്കുക എന്ന തൻ്റെ ചിരകാല സ്വപ്നം പിന്തുടരാൻ അവർ തീരുമാനിച്ചു. മായ അവളുടെ അതിവേഗം പകരുന്ന ഊർജം കൊണ്ട് ഗ്രാമവാസികളെ കലാപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ ഒപ്പം കൂട്ടി. ഓരോ കോണിലും അഴകിൻ്റെ സ്പർശം നൽകി വൃദ്ധയുടെ ചിത്രങ്ങൾ ചുമരുകളെ അലങ്കരിച്ചപ്പോൾ ഗ്രാമം നിറങ്ങളുടെ ക്യാൻവാസായി മാറി. ഒരിക്കൽ നിശബ്ദമായിരുന്ന ഗ്രാമം സർഗാത്മകതയുടെ ഒരു കേന്ദ്രമായി മാറി. സമൂഹത്തിൻ്റെ ലക്ഷ്യബോധം തഴച്ചു വളർന്നു. മായ ഗ്രാമത്തോട് വിട പറയുമ്പോൾ സന്ദേശപ്രാവ് ഒരിക്കൽ കൂടി അവളുടെ തോളിൽ ഇറങ്ങി മടങ്ങി. വൃദ്ധയുടെയും ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും നന്ദി സന്ദേശം അത് വഹിക്കുന്നതായി തോന്നി.
സന്തോഷത്തിൻ്റെ കണ്ണുനീരോടെ സന്ദേശപ്രാവിനെ ആകാശത്തേക്ക് മായ തുറന്നുവിട്ടു. ഹൃദയസ്പർശിയായ ഈ കഥയുടെ ധാർമ്മികത മറ്റുള്ളവരെ സഹായിക്കുന്നത് ആവശ്യമുള്ളവർക്ക് സന്തോഷം പകരുക മാത്രമല്ല, സമൂഹങ്ങളെയും വ്യക്തികളെയും ഒരുപോലെ പരിവർത്തനം ചെയ്യുന്ന ഒരു തരംഗപ്രഭാവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. If you love to watch this video, you can like, share and subscribe.